ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പം എവിടെ ഇരിക്കുന്നറിയാമോ? നമ്മൾ ആസ് യൂഷ്വൽ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ പെയ്ത് ഇവിടെ ഒരു അധികം ഉപയോഗിക്കാതൊരു ഓട്ടോ കിട്ടത് അതിനകത്ത് കയറിയിരിക്കുക മഴയത്ത്. നമ്മുടെ സിസ്റ്റമൊക്കെ നനയുമല്ലോ എന്ന് ഓർത്ത്. ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സിനിമ കാണാറുണ്ടോ? ഞാൻ സിനിമ കാണുന്ന ആളാണ്. എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയുകയും ചെയ്യും സിനിമ കാണണം. അതെന്താണെന്ന് വെച്ചാലേ, ഈ IAS ഒക്കെ കിട്ടുന്ന പിള്ളേരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങളെല്ലാ സിനിമകളും കാണും. കാരണം ഒന്നോ രണ്ടോ ബുക്കുകൾ വായിക്കുന്ന ഒരു ഇഫേർട്ടാണ് സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം, ഞാൻ ഇന്നലെ ആക്സിഡൻ്റ് ഒരു സിനിമ കണ്ടു. ലിറ്റിൽ ഹാർട്ട്സ് എന്നും പറഞ്ഞൊരു പടം ഇന്നലെ റിലീസ് ചെയ്തത് ഇവിടെ. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ പോയി കണ്ടതാണ്. സൂപ്പർ പടമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രേമം പോലെ മുമ്പോട്ട് പോകുമ്പോൾ പ്രേമം വന്നറിയാം. ആദ്യമൊന്നും ആരും ഇല്ലായിരുന്നു, അത് കഴിഞ്ഞാണ് തിയേറ്ററുകളൊക്കെ മാറി 3-4 തിയേറ്ററിൽ വന്നു. എന്ന് വെച്ചാൽ അതുപോലെ സൂപ്പർ പടമാണ്. ഞാനങ്ങ് എൻജോയ് ചെയ്തു. ഈ സമകാലീനമായിട്ട് ഇങ്ങനൊരു പടം അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അത് നല്ല താരനിരയൊക്കെ ആയിട്ട് നല്ല രസമാണ്. സുഖം. അതായത് ഞാൻ 2-2.5 മണിക്കൂർ അറിഞ്ഞില്ല. ഒരു കൊടൈക്കനാലിലോ ഊട്ടിയിലോ പോയ ഒരു സുഖമായിരുന്നു. നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മോറോവർ അതിൻ്റെ കഥയും ഇപ്പം നമ്മുടെ സമകാലീന കുടുംബ പ്രശ്നങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാതന്തു അതിനുണ്ട്. നമ്മളൊക്കെ കണ്ടിരിക്കണം. നമ്മൾ മാതാപിതാക്കളും കാണണം, യുവാക്കളും കാണണം. അതിൻ്റെ പരമ്പരാജികളും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് തന്നെയല്ല, അത്തരം സന്ദർഭങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന കാര്യം യാതൊരു സംശയമില്ല. ലിറ്റിൽ ഹാർട്ട്സ് ഇന്നലെ ഞാൻ തോന്നുന്നു റിലീസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് പടാമെന്നും പറഞ്ഞ് അവന് ഭയങ്കര ബോറടിയാണ്. നീയോട് നമുക്കൊരു അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയത്. എനിക്കോ ഇറ്റ് വിൽ ബി എന്താ പറയുക ഗ്രാൻഡ് സക്സസ്. മോറോ ഇറ്റ് വിൽ ബി എനിക്കിങ്ങനെ ഹൃദയത്തിലൊരു തന്തു എനിക്ക് ഇട്ടു തന്നു ആ സിനിമ. അതുകൊണ്ട് ഞാൻ പറയുന്ന യുവാക്കൾ, യുവതികൾ, മുതിർന്നവർ, മധ്യവയസ്കരെല്ലാം പോയി കാണണം. ഈ സമകാലീന കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചില കാര്യം, അത് വെറും ഒരു പൈങ്കിളി സിനിമയല്ല കേട്ടോ, വെരി സീരിയസ് ഫിലിം. വളരെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ക്യാമറയാണെങ്കിലും അതിൻ്റെ എസ്തറ്റിക് ടാലൻസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു സംവിധാനത്തിൻ്റെ മികവാണെങ്കിലും എല്ലാം സൂപ്പർ. ഒന്ന് പോയി കണ്ടു നോക്കൂ. പിന്നെ ഈ സിനിമകൾ എങ്ങനെയാണ് നമ്മളെ ഉപകരിക്കുന്നത്, പണ്ട് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ചോദിക്കാറുണ്ട്. ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മറ്റ് ക്ലാസ് എടുക്കുന്നത് ഇതെന്താ സിനിമ കാണുന്നത് എന്താണ് പ്രയോജനം? പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിക്കുകയാണല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും റിഹേഴ്സലുണ്ടോ? നിങ്ങളങ്ങ് ജീവിച്ചു പോവുക. നിങ്ങൾ സിനിമ കാണുമ്പോഴോ ആ സിനിമയിലൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു കോളേജിൽ പല കാര്യം. അപ്പോൾ അതിനകത്ത് നന്മതിന്മകൾ നമുക്ക് തിരിച്ചറിയാനും നമ്മളെടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ തിരുത്താനും ചില സന്ദർഭങ്ങളിൽ ഒന്ന് ക്ഷമിക്കാനും. ഞാൻ വലിയ പാറപ്പാടത്തെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാതിരുന്നു കുടുംബം നശിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഭാര്യ എന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഞങ്ങൾ പാറപ്പാടൻ കുടുംബത്തിലെ ആരും സ്ത്രീകൾ പറഞ്ഞ് കേട്ടിട്ടില്ലെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി കുടുംബവും നശിപ്പിച്ച് കുഞ്ഞുങ്ങളെയും നശിപ്പിച്ച് വല്ല കാര്യമുണ്ടോ? അന്ന് അല്പം ഒന്ന് ക്ഷമിച്ച് അവളുടെ ആ ഒരു പ്രയാസം അവൻ്റെ ആ പ്രയാസം ദേഷ്യം കഴിയുമ്പോൾ ഒന്ന് ശാന്തമായി, മനുഷ്യ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് എടൂ താനെന്നാടു പറഞ്ഞ് ചിരിച്ച് കളയേണ്ട കാര്യത്തിനാണ് ഒരു കുടുംബ ജീവിതം തന്നെ നശിപ്പിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ സിനിമകൾ നമ്മളെ സഹായിക്കും. കാരണം അതിലെ ഒരു അനുഭവങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും. അതിനാണ് സിനിമ കാണാൻ പറയുന്നത്. അപ്പം തന്നെയല്ല, അറിവ് നമുക്ക് വായിക്കാനും പഠിക്കാനും. എനിക്കാണ് നിന്ന് തിരിയാൻ സമയമില്ലാത്ത ആളാണ്, എപ്പോഴും തിരക്കാം. പക്ഷേ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് 2-3 ബുക്ക്, അതിൻ്റെ പിന്നിലൊരു 10-40 പേരുടെ പ്രവർത്തനമുണ്ട്. അവർ 1-2 വർഷം ഒരു കഥാതന്തു മനസ്സിട്ട് നടന്നിട്ടാണ് ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്നത്, ഒരു സംവിധായകനെ കിട്ടുന്നത്, നടിനടന്മാരെ കിട്ടുന്നത് ഇറക്കുമ്പോൾ. അപ്പോഴത്തേക്ക് അത്രയും ഇഫേർട്ടിൻ്റെ ആ ഒരു എസൻസാണ് നമുക്ക് കിട്ടുന്നത് ഓരോ സിനിമയിലും കൂടെ. അതാണ് സിനിമ ഞാൻ കാണാൻ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ പഠിതാക്കളോട് ഞാൻ പറയാറുണ്ട്, ജീവിതം വിജയിക്കണമെങ്കിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ രാത്രിയിൽ സെക്കൻഡ് ഷോയ്ക്ക് അവർക്ക് സമയമില്ല, അവർ സെക്കൻഡ് ഷോയ്ക്ക് കുടുംബമായിട്ട് പോകുന്നത്. ആ ഒരു നിമിഷം അവരുടെ ജീവിതത്തിൽ 2 വയസ്സെങ്കിലും കുറയ്ക്കും. അതാണ് അവർ പടം ഇറങ്ങി അന്നേരം പോയി കാണുന്നതിൻ്റെ കാര്യം. തന്നെയല്ല, ഒരു ഔട്ടിങ് അല്ലേ, പോയി അവിടെ നിന്നൊരു പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചൊരു കാപ്പി വാങ്ങിച്ച് കുടിച്ചു,
ഭാര്യയ്ക്ക് അവിടെ നല്ല സ്നാക്സൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. നല്ല വിലയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചു കൊടുത്തു. ആ നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. അപ്പം ഞാൻ നല്ല പ്രാർത്ഥനയും നല്ല ഒരു അച്ചടക്കത്തോടെ ജീവിക്കുന്ന ആളാണെങ്കിലും സിനിമയെ കാണണമെന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ ആ ഒരു ടെക്നിക്കൽ നോഹവ് വർദ്ധിക്കും, നോളേജ് വർദ്ധിക്കും. ഒരു റിഹേഴ്സലാണ്, ജീവിതത്തിനൊരു റിഹേഴ്സലാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്കൊക്കെ വളരെ നല്ലതാണ്. കുടുംബജീവിതത്തിൽ വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും സ്വപ്നലോകമല്ല. കല്യാണം കഴിയുമ്പം നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ രാവിലെ തിന്നാൻ പറ്റും, ഉച്ചയ്ക്ക് കഞ്ഞി കഴിച്ച് ചോറുണ്ടായാലും ഊണ് നടക്കത്തുള്ളൂ. ഇതിൽ അപ്പനമ്മമാരുണ്ടാക്കി നമ്മൾ അറിഞ്ഞില്ല, പ്രേമിച്ച് കെട്ടി മാറി താമസിക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. മണ്ണെണ്ണ ഇല്ല, സ്റ്റവ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് സംഘടിപ്പിക്കണം. എടോ മനുഷ്യ അപ്പോൾ പറയും, ഫോൺ എടുത്ത് ആദ്യമൊക്കെ വിളിക്കും, ഉടനെ അവർ ഫുഡ് കൊണ്ട് സപ്ലൈ ചെയ്യും. പക്ഷേ പൈസയുടെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള റിഹേഴ്സൽ നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി പറയില്ല, ആരും എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് തന്നൊന്നുമല്ല. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ഇൻ മൈ മൈൻഡ് ദാറ്റ് ഈസ് എന്നാ പറയുന്ന ഒരു വെരി നോബൽ ഫിലിമാണ് നൊസ്റ്റാൾജിക്ക്. അതിൻ്റെ നൊസ്റ്റാൾജിക്ക് നമ്മുടെ നൊസ്റ്റാൾജിയ എന്നൊക്കെ സംഭവം നമ്മുടെ മനസ്സിലേക്ക് ഇളക്കി വിടുക. എൻ്റെ കോളേജിൽ ഇതൊക്കെ ഞാൻ അതിനകത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ അടിച്ചുപൊളി ജീവിതമൊക്കെ. ഓക്കെ, എനിക്ക് ഓൾ ദി ബെസ്റ്റ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പം എല്ലാ എസൻസും ആസ്വദിച്ച് ജീവിക്കണം. ഇപ്പം നമുക്ക് നമ്മളൊരു കുടുംബജീവിതക്കാരനാകുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും നമുക്ക് കിട്ടണം, ദുഃഖവും കിട്ടണം. ഇതോടൊപ്പം ഒരു ചെറിയ കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ എൻ്റെ ഫ്രണ്ട്സിനോട്. എൻ്റെ റെഗുലർ ഫ്രണ്ട്സ് തന്നെ 3000-ഓളം ഉണ്ട്. അപ്പോൾ അവരോട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ രോഗബാധിതനാണ്. അത്ഭുതകരമായ ഒരു ഇടപെടൽ ദൈവികമായി ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ അതിനു വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെയും ഒത്തിരി കാര്യം പ്രാർത്ഥിച്ചു. നിങ്ങളും പ്രാർത്ഥിക്കും നിങ്ങളുടെ ദൈവത്തോട്. എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പല വിധത്തിലുള്ള പല തരത്തിൽ പ്രാർത്ഥിക്കുന്നവരും പല ജീവിതമുള്ളവരാണ്. നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ആ മകന് വേണ്ടി, സൈമൺ വറീസിൻ്റെ കൂട്ടുകാരൻ്റെ മകൻ, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവന് അത്ഭുതകരമായ ഒരു വിടുതൽ ലഭിക്കാൻ വേണ്ടി, രോഗശാന്തി ലഭിക്കാൻ വേണ്ടി. കാരണം ചെറിയ കുടുംബമാണ്, വളരെ മാന്യമായി ജീവിച്ചു വന്ന നല്ല ഒരു കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ഇപ്പോൾ ഈ രോഗം വന്ന് പിടിപെട്ടിരിക്കുന്നത്. അപ്പം ചെറിയ പയ്യനാണ്, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് തന്നെയല്ല, അവൻ അതിനോടൊപ്പം നല്ല ജീവിത മാർഗം തേടി അവന് വിൻസെൻ്റ് പീപ്പിൾ സൊസൈറ്റിയിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് അവൻ്റെ സമയത്തിൻ്റെയും സമ്പത്തിൻ്റെ ഓഹരി പാവങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു പയ്യനായിരുന്നു. അപ്പോൾ അവനെ ആ രോഗത്തിൽ നമുക്ക് വിടുവിക്കണം. നമ്മുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് കഴിയും. തീർച്ചയായിട്ടും ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കണം. ഓക്കെ, നിങ്ങളുടെ ദൈവത്തോട്. ഓക്കെ, സ്വകാര്യതയിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ലോർഡ്.